പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 7-ാം മാസത്തിൻ്റെ 1-ാമത്തെ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവം നമ്മെ ആയുസ്സോടെ ആരോഗ്യത്തോടെ കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കും. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധി നമുക്ക് അടുത്തു ചെല്ലാം. സങ്കീർത്തനക്കാരൻ പാടുന്നു, നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു, നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യൻ്റെ ജീവിത നിലവാരം വളരെ ഉയർന്നിട്ടുണ്ട്. എങ്കിൽ പോലും മനുഷ്യർ പൊതുവെ പലതിലും അസ്വസ്ഥരാണ്. തനിക്ക് ഉള്ളത് കൊണ്ട് ഒന്നും തൃപ്തിയാകാതെ പിന്നെയും പലതും പ്രാപിക്കേണ്ടതിന് വേണ്ടി നെട്ടോട്ടമോടുന്നു. ആഗ്രഹിച്ചത് നേടിയെടുത്താലും അതിലും തൃപ്തി കണ്ടെത്തുവാൻ കഴിയാതെ വീണ്ടും വീണ്ടും മറ്റു പലതിനായും ഹൃദയം വെമ്പൽ കൊള്ളുകയും തൻ്റെ അസ്വസ്ഥത വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. ഒരാൾക്ക് എത്ര പണം ലഭിച്ചാലും മതിയെന്ന് പറയുന്നില്ല. പണത്തോട് പണം കൂട്ടിച്ചേർക്കുവാൻ രാവും പകലും കാലവും പ്രായവും നോക്കാതെ ജീവിക്കുവാൻ മറന്നും കുടുംബത്തെ മറന്നും മനുഷ്യർ നെട്ടോട്ടമോടുന്നു. പക്ഷേ തൃപ്തി വരുന്നില്ല താനും. പലരും പണത്തിൻ്റെ പിന്നാലെ പോയി ദൈവത്തെ മറക്കുന്നു. ചിലർ പണത്തിനു വേണ്ടി ദൈവത്തെ മറക്കുമ്പോൾ മറ്റു ചിലർ ലോകസുഖങ്ങൾക്കും ആഡംബരങ്ങൾക്കും പാപജീവിതത്തിന് വേണ്ടി ദൈവത്തെ മറക്കുന്നു. ആരാധന മടുക്കുന്നു, പ്രാർത്ഥന മടുക്കുന്നു. സഭയെ യാതൊരു ബന്ധവുമില്ലാത്ത നിലകളിൽ അവൻ ആയിത്തീരുന്നു. ദൈവത്തിൻ്റെ കോപ ദിവസത്തിൽ ഇവരുടെ ധനം അവരെ വിടുവിക്കുന്നില്ല. ധനസമ്പാദത്തിന് വേണ്ടി ഏതു നീച പ്രവൃത്തിയും ചെയ്യുവാൻ ഈ കൂട്ടർ മടിക്കുന്നില്ല. ജീവിതത്തിൽ തൃപ്തി വരാത്ത മറ്റൊരു ഘടകമാണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ. ജ്ഞാനിയായ ശലോമോൻ തൻ്റെ ജീവിതത്തിൽ താൻ കണ്ടത് മുഴുവൻ ആഗ്രഹിക്കുകയും ആഗ്രഹിച്ചത് മുഴുവൻ നേടുകയും ചെയ്തു. എങ്കിലും താൻ തൃപ്തനായിരുന്നില്ല. വേണ്ടാത്തത് ആഗ്രഹിക്കുകയും ആഗ്രഹിച്ചത് നേടുകയും ചെയ്തത് മുഖാന്തരം ശലോമോന്റെ ജീവിതം ഒടുവിൽ ദൈവകൃപയിൽ നിന്നും വീണുപോയി നശിച്ചതായി കാണുന്നു. ഇന്നും ലോക മനുഷ്യർ അങ്ങനെ തന്നെയാണ്. അവർ ആഗ്രഹിക്കുന്നതെല്ലാം നേടുവാൻ ബന്ധപ്പെടുമ്പോൾ ദൈവകൃപ അവരിൽ നിന്നും മാറിപ്പോകുന്നു. പ്രാർത്ഥനയും ഉപവാസവും ഇല്ലാതെ അവരുടെ ജീവിതം ഏറ്റവും നീചമായ നിലകളിൽ അവൻ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവം നട്ട വൃക്ഷങ്ങൾക്ക് തൃപ്തി ഉണ്ടായിരിക്കും എന്ന് വചനം പറയുന്നു. ആമേൻ. പരിശുദ്ധാത്മാവാം നദിയുടെ തീരത്ത് നിൽക്കുന്നതിനാൽ അവർക്ക് വാട്ടമുണ്ടാകുന്നില്ല. ആനന്ദ നദിയിൽ നിന്നും കുടിച്ച് അവർ തൃപ്തരായിരിക്കും. യോഗ്യതയുള്ള മിടുക്കന്മാരായ തലമുറയെ കണ്ടോ? സുഖസൗകര്യമുള്ള വീടുകൾ കണ്ടോ? വരും കാലത്തേക്കുള്ള ധനശേഖരം കണ്ടോ? അല്ല ഒരു ഭക്തൻ തൃപ്തനാകേണ്ടത്. മറിച്ച് ദൈവത്തിൻ്റെ മുഖം കാണുവാനുള്ള ആർത്തിയും ദൈവശബ്ദം കേൾക്കുവാനുള്ള വാഞ്ചയും ഒരു ഭക്തൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയും തൃപ്തരായിരിക്കുകയും ചെയ്യുന്നു. 17-ാം സങ്കീർത്തനത്തിൽ പാടുന്നു, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ആകയാൽ പ്രിയ ദൈവവേദനയെ മനുഷ്യനെ ആകർഷിക്കുന്നതും കൊതിപ്പിക്കുന്നതുമായ പല കാര്യങ്ങളും ഈ ലോകത്തിലുണ്ട്. എങ്കിലും അത് പ്രാപിച്ചവരും അനുഭവിച്ചവരുമായവർക്ക് യാതൊരു തൃപ്തിയും ഉണ്ടായിട്ടില്ലെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയ വിഷയത്തിൽ തൃപ്തി പ്രാപിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിനായി ഈ പ്രഭാതം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച നല്ല കർത്താവ്, കഴിഞ്ഞ 6 മാസക്കാലം കർത്താവിൻ്റെ ചിറകൻ മറവിൽ ഞങ്ങളെ മറച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം
തന്ന് തൃപ്തിയായി ഞങ്ങളെ നടത്തിയ സ്നേഹത്തിനായി നന്ദി പറയുന്ന നാഥ. ഞങ്ങൾ വിശ്വസ്തയോടുകൂടെ വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ കർത്താവെ തിരുസന്നിധി ഞങ്ങൾ നിൽപ്പാൻ, ആലയത്തിലെ പുഷ്ടി അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്തു. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദേവദാസന്മാരും വാത്സല്യ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗം പകർന്നാതിരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം പങ്കെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.